4.5 പതിറ്റാണ്ട് മുമ്പ് കരോക്കെ ഗാനമേള സംവിധാനം തയ്യാറാക്കിയ എടവനക്കാട് സ്വദേശിയും റിട്ടയർഡ് ഹോമിയോ DMOയുമായ ഡോക്ടർ KA അബ്ദുൾ ഗഫൂറിന് ജന്മനാട്ടിൽ പൗരാദരവ് നൽകി. വൈപ്പിങ്കരയിലെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനയായ പൗരശക്തിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് രൂപീകരിക്കപ്പെട്ട പൗരക്കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പൗരാദരവ് നൽകിയത്. എടവനക്കാട് വാച്ചാക്കൽ SP സഭ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ആദരവ് സമ്മേളനം സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൗരശക്തി ചെയർമാൻ മുല്ലക്കര സക്കറിയ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരനും വാമ പ്രസിഡന്റുമായ CP പള്ളിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. CB നായരമ്പലം, ഡോക്ടർ ജോസ് ഗുഡ്വിൽ, സിനിമാതാരം മജീദ് എടവനക്കാട്, ഗ്രാമപഞ്ചായത്ത് അംഗം KJ ആൽബി, രമേശ് ഞാറക്കൽ, ഷിജു കളരിത്തറ, KS അബ്ദുൾ റഹീം, ജേതു PP, സതീഷ് ചന്ദ്രൻ, തോമസ് പീറ്റർ, അമ്രോസ് കുരിശിങ്കൽ, ബാലകൃഷ്ണ കമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ KA അബ്ദുൾ ഗഫൂർ മറുപടി പ്രസംഗം നടത്തി. പരിപാടിയോടനുബന്ധിച്ച് കരോക്കെ ഗാനാലാപന മത്സരവും കരോക്കെ ഗാനമേളയും ഗസൽ സന്ധിയും നടത്തി. ഓളങ്ങൾ താളം തരുമ്പോൾ നിലകൊഴുകി നീ
ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ഡോക്ടർ കപൂർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം തോന്നുന്നു. ഈ നാട്ടിലുള്ള നിങ്ങളോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്നു എന്തെന്നാൽ ഒരാളെ എന്തെങ്കിലും സാധാരണ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകതകളുണ്ടെങ്കിൽ അവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു മര്യാദ അത് നിങ്ങൾ പാലിച്ചു, നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, മുഖ്യമായ കാര്യം. അത് സാധാരണക്കാർക്ക് മറ്റുള്ള ഗ്രാമങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ അനുശോചനം രേഖപ്പെടുത്താൻ ഏറ്റവും വലിയ കാര്യം ഒരർത്ഥമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ അദ്ദേഹം ആരായിരുന്നു, ആ വ്യക്തിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒരു വേദിയിൽ ഇരുത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യം ചെയ്യാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ കാര്യം. ആദരവ് കൊടുക്കുക എന്നത് ജീവിച്ചിരിക്കുമ്പോൾ വേണം. മരിച്ചു കഴിഞ്ഞിട്ട് അനുസ്മരണം നടത്തുന്നതിന് വലിയ കാര്യമില്ല, ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ അർത്ഥം. അതിനേക്കാൾ ഗൗരവമേറിയ കാര്യം ഇതൊക്കെയാണ്. ഈ നന്മയുള്ള കാര്യം ചെയ്യുക, നല്ല വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തെ മാനിക്കുക, അദ്ദേഹത്തെ ബഹുമാനിക്കുക, ഇതൊക്കെ ഏറ്റവും വലിയ കാര്യമാണ്. അത് എടവനക്കാട് ഈ പ്രദേശത്ത് ഒരുപാട് കലാകാരന്മാരും സംഗീതത്തിന് സ്നേഹിക്കുന്നവരുള്ള ഒരു രാജ്യമാണ്. ഇവിടെ എത്ര സംഗീതജ്ഞന്മാരും കലാകാരന്മാരുള്ള നാടാണ്. അഭിമാനം തോന്നുന്നില്ല. ഇതൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഇനിയുള്ളൂ. എന്നാലോ ഈ കലാപരമായ കാര്യങ്ങൾ എന്ത് തരത്തിൽ 62 കലകളുള്ളൂ. ഇത് ഉണ്ടാകണമെങ്കിൽ അത് ദൈവാധീനത്തിൻ്റെ നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജീവൻ്റെ ഗുണം കൊണ്ടും നമ്മുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തച്ഛൻ്റെയോ കാരണന്മാരോ എങ്ങനെയായാലും ഒരു അതിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള കലകളൊക്കെ. അതുണ്ടെന്ന് തിരിച്ചറിയലാണ് പാരൻസിൻ്റെ ഉത്തരവാദിത്വം. അച്ഛനമ്മമാർ ചെയ്യേണ്ട ദൗത്യം വളരെ ഗൗരവമേറിയതാണ്. എൻ്റെ മകൻ എൻ്റെ മകള് എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകണം, നല്ല പൗരമായി നല്ല വ്യക്തിയായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടത്, നല്ല മനുഷ്യരായിട്ട് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ പാരൻസിനുണ്ട്. അവരാണ് കണ്ടെത്തുന്നത്. എൻ്റെ മകൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നു, എൻ്റെ മകൻ നന്നായിട്ട് പാടുന്നു, എൻ്റെ മകൻ നന്നായിട്ട് ചെണ്ട കൊണ്ടുന്നു, എൻ്റെ മകൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കും. എന്തൊക്കെയാണോ ആ കുട്ടി കാണിക്കുന്ന അവരുടെ സിദ്ധി, അവരുടെ ആ ചേഷ്ടകൾ നമ്മൾ ചെറുപ്പകാലം നമ്മൾ മനസ്സിലാക്കി ആ വഴിയിലൂടെ അവർ നയിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. വ്യക്തിത്വമുള്ള ആളായി തീരുക. എല്ലാവരെയും കൂടെ നമ്മൾ തന്നെ ഒരാളായിട്ട് കാര്യമില്ല, ഒരു മിമിക്രിയൊക്കെ. ഇപ്പം ഇവിടെയുള്ള കലാരംഗത്തുള്ള എല്ലാവർക്കും വേറൊരാളെ പോലെ ആകാനുള്ള ആഗ്രഹം
അത് മിമിക്രിയായിട്ടാണ് പറയാം. ശരി, അതല്ല ശരി. നമ്മൾ ആരെങ്കിലും ആയി തീരണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ പരിശ്രമം, ഇതൊക്കെ ഏറ്റവും വലിയ കാര്യം. അപ്പം അച്ഛനമ്മമാർ കണ്ടെത്തേണ്ടത് എൻ്റെ മകന് എന്താണ് അഭിരുചി, എന്താണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തിരിച്ചറിഞ്ഞ് അവനെ കൊണ്ട് ആ കാര്യം ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ പിന്നിൽ നിർത്തുക, പ്രവർത്തിക്കുക. ഇന്ന് കാലം വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ നാടൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളും കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളും എല്ലാം നോക്കിയാൽ പഴയ കാലം 40 കൊല്ലമുള്ള കാലമല്ലാതെ നമ്മൾ തിരിച്ചറിയുമെങ്കിലും എങ്ങോട്ടാണ് ഈ രീതിയിൽ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ വിഷമമാണ്. പത്രങ്ങളിലും ടി വിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം എന്തെല്ലാം അപായങ്ങൾ, എന്തെല്ലാം അപകടങ്ങൾ, എത്ര കൊച്ചുമക്കളൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര ആൾക്കാർ എന്തൊക്കെ അപകടങ്ങൾ പറഞ്ഞു. ഈ അപകടങ്ങളൊക്കെ വരാതെ നല്ല ശുദ്ധ മനസ്സോടെ ജീവിക്കണമെങ്കിൽ അവർക്ക് നന്മയും നേരും ആത്മാർത്ഥതയും നല്ല സ്വഭാവവിശേഷം ഉണ്ടാകണം. മനുഷ്യരെ പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. അത് ഏത് മതത്തിലുള്ള ആളായാലും, ഏത് സമൂഹത്തിൻ്റെ ആളായാലും, ഏത് രാഷ്ട്രീയക്കാരനാണെന്നും നമ്മൾ നോക്കണ്ട. അവര് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനുള്ള കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടത്. അത് എനിക്ക് പറ്റാത്ത അവന് പറ്റണ്ട എന്നുള്ള വിചാരമല്ല വേണ്ടത്. എനിക്കോ പറ്റില്ല, അപ്പം അവന് മറ്റൊരു പറ്റണമെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശം ചെയ്യാനുള്ള മനസ്സുണ്ടാകുക. സജി അറിയാനും ബിന്ദു മേഡം ഇവരൊക്കെ കൂടി തർക്കായി അവിടെ അത് കേട്ടപ്പോ തോന്നേ ഇതെന്റെ മാഷക്ക് മറ്റൊന്നും കൂടി കൊടുക്കും എന്ന് പറഞ്ഞ് അന്ന് തീരുമാനിച്ചിട്ട് വയോസേവന പുരസ്കാരം പിറ്റേ ദിവസം പോലും പേരിട്ട് എൻ്റെ പേരിൽ വെച്ചു. ഞാനും നമ്മുടെ മുദ്രയുടെ നമ്മുടെ കൂടിയാട്ടത്തിന് മേടിച്ചു 1 ലക്ഷം രൂപ രണ്ടാമത്. ഇപ്പോൾ വയോസേവന പുരസ്കാരത്തിന് തന്നു, അത് തന്നു. അത് കോഴിക്കോട് തിരൂർ വെച്ചാൽ മലപ്പുറം. അത് വന്ന് 3 മാസം വെച്ചാണ് ഇത്. എന്തായാലും ഇത് അവഗണിച്ച് പറയുന്നതല്ല, മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് രംഗത്ത് ഇന്നും നടക്കുന്നതുകൊണ്ട് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പരിഭവന ദുഃഖമില്ലാറുണ്ട്. ഏറെ സുപരിതനായി ഇദ്ദേഹം 2008 എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറായി സർവീസിൽ നിന്ന് വിരമിച്ചു. ഡോക്ടർ തന്റെ സംഗീത സപര്യ ആരംഭിച്ചിട്ട് 5.5 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇന്ത്യൻ കരോക്കെ ഗാനമേളയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ. ഇദ്ദേഹം 2 സിനിമകളിൽ പാടാൻ അവസരം ലഭിച്ചു. വെള്ളിമേഘം, ജൂനിയർ ജേണി എന്ന സിനിമകളിൽ അദ്ദേഹം പാടിയിരിക്കുന്നു. കരോക്കെ എന്ന സംഗീത കലാരൂപത്തെ കണ്ടെത്തി അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ആദ്യകാല ഗായകരിൽ ഒരാൾ കൂടിയാണ് ഡോക്ടർ. ഡോക്ടറെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അദ്ദേഹത്തെ ആദരിക്കുവാനായി ഞാൻ നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ വിദ്യാധരൻ മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനുമായി ഡോക്ടർ ഗഫൂറിനെ ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി ലൈഫ് ലൈൻ കേരള അധ്യക്ഷൻ, ഈ പൗരാതര കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുല്ലക്കര സക്കറിയ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഏറ്റവും ബഹുമാന്യനും പ്രിയങ്കരനുമായ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള വാവയുടെ സാരഥിമാരെ, റോട്ടറി ക്ലബ് കുടുംബാംഗങ്ങളെ, മറ്റ് സഹകാരികളെ, സഹോദരന്മാരെ, കലാസ്നേഹികളെ, നമ്മുടെ നാട് എന്നും കലാകാരന്മാരെയും സാംസ്കാരിക പ്രതിഭകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള വലിയൊരിടമാണ്. ചെറിയ ഒരു ദ്വീപാണെങ്കിലും നിരവധി മഹാരഥന്മാരായിട്ടുള്ള കലാസാഹിത്യ
പ്രതിഭകൾ ജനിച്ചു വളർന്ന മണ്ണാണ്. ഏത് പ്രദേശം നോക്കിയാലും, വൈപ്പിൻകരയുടെ ഏത് പ്രദേശം നോക്കിയാലും അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. വൈപ്പിനായാലും ഇളകുന്നപ്പുഴയ്ക്കായാലും ഞാറക്കലിനായാലും നായനപുരത്തിനായാലും ഇടവനക്കാടിനായാലും കുരുപ്പള്ളിക്കായാലും ചെറായിക്കായാലും പള്ളിപ്പുറത്തിനായാലും ഒക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് പറയേണ്ട കാര്യം ഒരു സമയമല്ല. ഇടവനക്കാടിന്റെ പ്രത്യേകത മാത്രമേ ഇപ്പോ എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. ഇടവനക്കാട് ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, ഈ വൈപ്പിൻകരയ്ക്ക് ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയമാണ് ഇടവനക്കാട് എന്ന് പറയാറുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. കാരണം അങ്ങനെയുള്ള കലാ സാഹിത്യ പ്രതിഭകളെല്ലാം ജനിച്ച മണ്ണാണ് ഇടവനക്കാടിൻ്റെ. ഏത് രംഗത്ത് നോക്കിയാലും കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്ക്, കേരളത്തിലെ ആദ്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയോ സഹകരണ ബാങ്കോ അതിന്റെ പ്രശ്നങ്ങളോ എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കാലമാണത്. ആ സ്ഥലത്ത് കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്ക്, ആ സഹകരണ മേഖലയുടെ പ്രത്യേകത മനസ്സിലാക്കി ഇത് സ്ഥാപിച്ചത് ഈ മണ്ണിലാണ്, ഈ ഇടവനക്കാടിന്റെ മണ്ണിലാണ്. അതുപോലെ കലാരംഗത്ത് നമുക്കറിയാം, സിനിമാ രംഗത്ത് വിൻസെന്റ് ഒരു കാലത്ത് പ്രേംനസീറിനെ പോലും പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് കുതിച്ചുയർന്ന വിൻസെന്റ് നമ്മുടെ ഈ തൊട്ടടുത്ത് ജനിച്ചു വളർന്ന ആളായിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് സിനിമാ രംഗത്ത് തന്നെ പല പ്രതിഭകളുണ്ടായിരുന്നു നമുക്കറിയാം. ഇപ്പോ ഇന്ന് ഞാൻ പ്രിയങ്കരനായ മജീദിക്കയുടെ സഹോദരനെ കണ്ടിരുന്നു. സാൻമാഷെ കാണാൻ പോയപ്പോ ബാവയോടുള്ള പ്രത്യേക കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനായി സിദ്ദിഖെന്ന മഹാനഗരന്മാരിൽ ഒരാൾ എന്റെ അടുത്ത് വന്നു. ബാബയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനും സഹോദരനും മജീദിക്കയും തമ്മിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് കാര്യം? ബാബയുടെ വല്ല പ്രശ്നമാണോ? അല്ല, ഇന്ന് ഞങ്ങളുടെ നാട്ടുകാരനായ, നിങ്ങളുടെ നാട്ടുകാരനായ പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൽ ഗഫൂറിനെ ആദരിക്കുന്ന ഗൗരാവലിയുടെ ഒരു വലിയ ചടങ്ങുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം തന്നെ അത് അറിയുന്നത്. അപ്പൊ അതേപോലുള്ള മജീദിക്ക അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രതിഭകളെല്ലാം ഇവിടെ ഉള്ളവരാണ്. നാടക രംഗത്തും നിരവധി പേരുണ്ടായിരുന്നു. ഗാനരംഗത്ത് പല ആളുകളുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല. സാഹിത്യ രംഗത്ത് ഇന്ന് അറിയപ്പെടുന്ന മഹാരഥന്മാരിൽ ഒരാളായ പി കെ ബാലകൃഷ്ണൻ സാഹിത്യകാരൻ മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ധിക്കാരി എന്ന പേര് സമ്പാദിച്ച പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നറിയാം. രണ്ടാമത്തെ വയലാർ അവാർഡ്, ആദ്യത്തെ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയപ്പോ അത് പോയത് ലളിതാംബിക അന്തർജനത്തിന്റെ കയ്യിലേക്കാണ്. മഹാസാഹിത്യകാരിയായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിയിലൂടെ അവരുടെ കയ്യിലാണ് അത് എത്തിയത്. ഈ വിശാലമായ കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ അവാർഡ് കൊണ്ടുവന്നത് ഈ ഇടവനക്കാടുകാരനാണ് പി കെ ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് അതിൻ്റെതായ ആദരവ് നാട് നൽകിയുവെന്ന് എനിക്ക് നിശ്ചയമില്ല. എനിക്കത് സംശയം, എപ്പോഴും സംശയമുള്ള ആളാണ്. ഇടവനക്കാട്ടുകാർ പി കെ ബാലകൃഷ്ണന് നൽകേണ്ടതായ ആദരവും ബഹുമതിയും നൽകിയിട്ടുണ്ടോ എന്ന് ഇന്നും സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ എങ്കിലും അദ്ദേഹം ആദരിക്കപ്പെടുന്നുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് ഈ വയലാർ അവാർഡൊക്കെ നേടുക എന്നത്. അത്ര വലിയ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ വരുന്നതിന് മുമ്പുള്ളതാണ് വയലാർ അവാർഡ്. ഏറ്റവും മികച്ച അവാർഡായിരുന്നു അത്. അദ്ദേഹത്തിന് ഇനി ഞാൻ ഉറങ്ങട്ടെ, മഹാഭാരതത്തിലെ കഥയെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിനായിരുന്നു. ഇതുപോലെ നിരവധി പഠനങ്ങളും ജീവചരിത്രങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള മഹാരഥനായിരുന്നു പി കെ ബാലകൃഷ്ണൻ. ഈ മണ്ണിന്റെ പുത്രനാണ്. ചരിത്രകാരൻ ഡോക്ടർ സി കെ കരി നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അതുപോലെ കേരള ഹിസ്റ്ററി അസോസിയേഷന്റെ അധ്യക്ഷനായും സെക്രട്ടറി ആയിട്ടൊക്കെ ദീർഘകാലം സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ സി കെ കരി. ഈ മണ്ണിന്റെ മകൻ ഡോക്ടർ എൻ എ കരിവിന്റെ പ്രത്യേകത എന്തായിരുന്നു?
കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി തീർന്ന ഇടവനക്കാടുകാരൻ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന ഉന്നത സ്ഥാനത്തെത്തിയ ഇടവനക്കാടുകാരനായിരുന്നു എൻ.എ. കരീം സാർ. ഡോക്ടർ വി എ സെയ്ദ് മുഹമ്മദ്, കേന്ദ്രമന്ത്രി ഡോക്ടർ വി എ സെയ്ദ് മുഹമ്മദ്, നമ്മൾ അവരെല്ലാം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ പേരെടുത്ത് പറയാൻ പോയാൽ നിരവധി ഇടവനക്കാടുകാരുടെ പേരുകൾ നിരത്തേണ്ടതായി വരും. അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ തന്നെ പലരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇടവനക്കാരനെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരികളും എഴുത്തുകാരും ഒക്കെ പിൻതലമുറക്കാരായി വന്നവരുണ്ട്. മജീദ് അടക്കമുള്ള നല്ല ഒന്നാന്തരം ആർട്ടിസ്റ്റുകളും ഇന്നിവിടെ നമ്മുടെ ഈ മണ്ണിനെ പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് സന്തോഷദായകമായ കാര്യമാണ്. ആ കുലത്തിൽ നിന്നാണ് നമ്മൾ ഡോക്ടർ അബ്ദുൽ ഗഫൂറിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കരോക്കെ ഗാനരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഈ അദ്ദേഹത്തിനെ നേരിട്ട് അറിയുമായിരുന്നില്ല. അതിനു മുമ്പ് എവിടെയോ ചെറിയ വാൾപോസ്റ്റ്, അച്ചടിച്ച വാൾപോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നു. കരോക്കെ ഗാനമേള ഡോക്ടർ അബ്ദുൽ ഗഫൂറും റുബയ്യ കപൂറും പങ്കെടുക്കുന്ന കരോക്കെ ഗാനമേള. അപ്പൊ എന്താണ് ഈ കരോക്കെ ഗാനമേള എന്ന് അറിഞ്ഞോളൂ. നമ്മൾ ഗാനമേളയെന്ന് കേട്ടിട്ടുണ്ട്, ഗാനമേളകളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കരോക്കെ ഗാനമേള എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ജനതാ വായനശാലയുടെ പരിസരത്ത് നടക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ രാത്രി ഒരു 7:30 മണിയായപ്പോ ഞാൻ അവിടെ ചെന്നു. ഒരു ചെറിയ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അവിടെ പാട്ട് തുടങ്ങിയാണ്. അപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത്. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണുന്നില്ല. വയലിൻ ആയിട്ട് ആരും ഇരിക്കുന്നില്ല, ഹാർമോണിയമായിട്ട് ആരും ഇരിക്കുന്നില്ല, തബലയുമായിട്ട് ആരും ഇരിക്കുന്നില്ല. അല്ലാതെ തന്നെ ഇതിന്റെ എല്ലാം ശബ്ദം ഇങ്ങനെ പെട്ടെന്ന് ഉണർന്നു വരികയാണ്. അത് കഴിഞ്ഞ് പാട്ടും പിന്നാലെ വരും. അപ്പം മനസ്സിലായി ഇതൊരു പുതിയ തന്ത്രമാണ്, പുതിയൊരു വിദ്യയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് സുന്ദരമായ രീതിയിൽ മറ്റ് ഗാനങ്ങൾ, ലളിതഗാനങ്ങളായാലും നാടകഗാനങ്ങളായാലും സിനിമാ ഗാനങ്ങളായാലും പാടുന്ന പരിപാടി. കൂടുതൽ സിനിമാ ഗാനങ്ങളെ ആ രംഗത്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. അപ്പോ അത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ കേൾപ്പിച്ച് തന്ന ഒരാളാണ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ. അദ്ദേഹം ഡോക്ടർ കൂടിയാണ്. പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ നമ്മുടെ ഹോമിയോ ഡോക്ടറായി സേവനം ചെയ്തിരുന്ന ആളാണ്. അതിന്റെ DMO ആയിട്ടാണ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അപ്പൊ അതിനിടയിലാണ്, ഈ ഡോക്ടറായിട്ട് നിൽക്കുന്നതിനിടയിലാണ് ഈ കലാസമരിയുമായി അദ്ദേഹം മുന്നോട്ട് പോയത്. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് കാരണം പലർക്കും വിമുഖത ഉണ്ടാക്കുന്ന കാര്യമാണ്. അയാൾ ആളുകളെ ചികിത്സിക്കാത്ത പാട്ടും പാടി നടക്കുകയാണോ എന്ന് ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിനൊന്നും ഇടം കൊടുക്കാത്ത രീതിയിൽ തന്നെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഈ കഴിഞ്ഞ 5-10 പതിറ്റാണ്ടുകളായി നമ്മുടെ ഇടയിലെ പാട്ടും പാടി നടത്തുന്നു എന്നത് ഇതിൽ പല സന്തോഷകരമായ കാര്യം ഉണ്ടാകുന്നത്. ഒരു വൈപ്പിൻകരയ്ക്ക് അഭിമാനമുണ്ടാക്കാൻ ഒരു നല്ല കലാകാരനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ ചെയ്തിരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. ഞാൻ നന്ദി പറയുന്നു. ശ്രീ വിദ്യാധരൻ മാസ്റ്ററുമൊത്തുള്ള വേദി പങ്കിടുവാനായിട്ട് എനിക്ക് ലഭിച്ച 2ാമത്തെ അവസരമാണിത്. ആദ്യത്തേത് ഏതാണ്ട് ഒരു 40 വർഷം മുമ്പ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ആർട്സ് ക്ലബ് ഇന്നോവേഷന് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. ഒരു മടിയും കൂടാതെ അദ്ദേഹം വരാൻ സമ്മതിച്ചു. അദ്ദേഹം എത്തി, നമ്മുടെ ആർട്സ് ക്ലബിന് ഇന്നോവേഷൻ നിർവഹിച്ചു. ഒരു സുന്ദരമായൊരു ഗാനം ആലപിച്ചു. അതെല്ലാം ഇന്നും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇന്നും ഈ 40-40 വർഷത്തിന് ശേഷവും ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ സംഗീത യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് വരെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ഒരാളല്ല. ഒത്തിരി നല്ല മലയാള സിനിമാ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലളിത ഗാനങ്ങൾ നമ്മൾ പലപ്പോഴും അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഡിവോഷൻ സോങ്സ് ഒക്കെ അദ്ദേഹം ഒത്തിരി ചെയ്തിട്ടുണ്ട്.
അതിലെനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ പറയണം തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അദ്ദേഹം സംഗീതം ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ആവണങ്കാട്ടിലെ വിഷ്ണുമായ എന്ന ഗാനം. പക്ഷെ പലരും അത് കേട്ടിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. അദ്ദേഹത്തിനോട് എനിക്ക് പറയണമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് അഭിമാനിക്കാം. ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു. ഇനി നമ്മുടെ വൈപ്പിൻകരയിലെ ആതുര സേവന രംഗത്തും കലാരംഗത്തും വളരെ നല്ല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ. 5 പതിറ്റാണ്ടുകാലം അദ്ദേഹം ഈ 2 രംഗത്തും നിലയുറപ്പിച്ച് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നമ്മളെയൊക്കെ കോരിത്തെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട് ഒരു കൂട്ടായ്മ ഇവിടെ മുന്നോട്ട് വരികയാണ്. എന്തുകൊണ്ടും നമ്മൾ ആ സംരംഭത്തിന്റെ പിന്നിലുള്ളവരെ നമ്മൾ അഭിനന്ദിക്കണം. ഒരു നല്ല കാര്യം തന്നെയാണ് അവർ ചെയ്തത്. ഇനി നമ്മളിങ്ങനെ ഒരു പ്രതിഭകളെയൊക്കെ ആദരിക്കുമ്പോൾ അത് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനൊരു പ്രചോദനം ഉണ്ടാവുകയാണെന്നൊക്കെ പറയുമല്ലേ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയേറെ നമ്മളുടെ പ്രചോദനമൊന്നും ഇല്ലാതെ തന്നെ വളരെ മുന്നോട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. കരോക്കയുടെ കാര്യം എടുത്താൽ തന്നെ ഈ ട്രാക്കുകളൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഏതാണ്ട് 90കളുടെ അവസാനമാണ് നമുക്ക് ട്രാക്കുകളൊക്കെ ലഭിച്ചു തുടങ്ങി, മൈനസ് ട്രാക്കുകളൊക്കെ ലഭിച്ചു തുടങ്ങി. അപ്പോൾ 80കളിൽ അതിനേക്കാളൊക്കെ 10-15 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഐഡിയ തോന്നി. കാരണം നമ്മൾ ഒരാളെ ട്രാക്ക് ഇല്ലാതെ ഒരു വേദിയിൽ പാടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം വളരെ സംഗീതം പഠിച്ചവർക്കൊക്കെയാണ് അത് ശ്രോതാക്കളെ രസിപ്പിച്ചുകൊണ്ട് പാടാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കരോക്കയ്ക്ക് പ്ലസും മൈനസും ഉണ്ട്, പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും ഉണ്ട്. കരോക്കെ ഗാനം പാടുമ്പോഴുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഗായകൻ കുറച്ച് വീക്കാണെങ്കിൽ കൂടി ആ ഓർക്കസ്ട്രയും മറ്റേ അതെല്ലാം കൂടി അത് തരണം ചെയ്തോളൂ. കേൾക്കുന്ന കേൾവിക്കാർക്കൊരു ഇമ്പം കൂട്ടിക്കോളൂ. ഗായകൻ അത്ര നന്നായിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് കരോക്കെ ട്രാക്ക് വെച്ച് പാടുമ്പോൾ. പക്ഷെ അതിനുള്ള മൈനസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാവില്ല ഈ ട്രാക്ക് വെച്ച് പാടുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ കേൾക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തരാനും പറ്റില്ല ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെ. പക്ഷേ ഡോക്ടർ ഗഫൂറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ഗഫൂർ ഈ കരോക്കയിലും പാടാൻ അഗ്രഗണ്യനാണ്. അതുപോലെ തന്നെ മറ്റു ഓർക്കസ്ട്രയിലും പാടാൻ ബഹുകേമനാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും. അതിപ്പോ കരോക്കെ ആണെങ്കിലും കരോക്കെ ഇല്ലെങ്കിലും അദ്ദേഹം അതിൽ പങ്കെടുക്കും. നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗസൽ ഗാനശാഖയെ ജനകീയമാക്കുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിക്കുകയും അതിൽ സമ്പൂർണ്ണമായി വിജയിക്കുകയും ചെയ്ത നമ്മുടെ ഗഫൂർ ഡോക്ടറിനെ ഈ ആദരിക്കുന്ന ഈ സമയത്ത് ഇപ്പോഴും ഗുരുക്കന്മാരുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന MK സാനുമാഷിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ഘട്ടങ്ങൾ കടന്നു പോവുകയാണ്.
27 വർഷക്കാലം കേരളത്തിൻ്റെ സാഹിത്യ നഭസിൽ പുത്തൻ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിച്ച എം കെ സാനുമാഷ് അധ്യാപകൻ എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ, ഏറ്റവും ഉറച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്നും മാതൃകയായിട്ടുള്ള വ്യക്തിയാണ്. മഹാരാജാസ് കോളേജിൻ്റെ മാത്രമല്ല, ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ ഗുരുവായിട്ടാണ് സാനുമാഷ് ഇന്നും ചരിത്രത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. 2022 നടന്ന വിദ്യാരംഭ പരിപാടി, മനോരമയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദ്യാരംഭ പരിപാടിയിൽ നടുക്ക് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് സാനുമാഷ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ വൈപ്പിൻകരയുടെ അഭിമാനമായ, നമ്മുടെ പ്രിയങ്കരനായ സിപ്പി സാറ്, ഇപ്പോൾ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന സിപ്പി സാറ് അന്ന് ആ വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷക വ്യക്തിത്വമായി ഉണ്ടായിരുന്നു. സാനുമാഷിൻ്റെ ഓർമ്മകൾ അത് എന്നും ഒരു മതേതരമായ ജനാധിപത്യത്തിന് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് എന്നും പ്രചോദനമാണ്. നമ്മുടെ മനസ്സിൻ്റെ അരികുകളിൽ ഓർമ്മകൾ കൊണ്ട് ചാരി വെച്ചിട്ട് പോയ, ഓർമ്മകളുടെ ഏണികൾ ചാരി വെച്ചിട്ട് പോയ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സാനുമാഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രാർത്ഥനയോടെ, നിറഞ്ഞ മനസ്സോടെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് യൗവനത്തിൻ്റെ തികപ്പിൽ നിൽക്കുന്ന, യൗവനപൂർണമായിട്ട് നമുക്ക് മലയാളികളുടെ കുടുംബ സദസ്സുകളിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ കലാഭവൻ നവാസ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവരുടെ സഹപ്രവർത്തകരോട് വേദനയോടെ വിട്ടുപോകുന്നത്. ആ കലാഭവൻ നവാസ് ഇവിടെ അഭിനയിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള നമ്മുടെ ആ പൂർണ്ണ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ഓർമ്മയായിട്ട് കലാഭവൻ നവാസനും നിലനിൽക്കുകയാണ്. ആ പ്രതിഭയുടെ മുന്നിലും നമ്മുടെ ശിരസ് നമിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം മുതൽ ഉള്ള രാജവീതി കോരിച്ചെരിയുന്ന മഴയത്ത് ഇരുട്ടിന്റെ കനത്തെ വകവയ്ക്കാതെ കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ ആര് പറഞ്ഞു മരിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പാതിരാവിൽ പിഞ്ചു കുട്ടികളടക്കം VS എന്ന് പറയുന്ന ഒരു അപ്പൂപ്പന് വേണ്ടി തെരുവിൽ കാത്തു നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. 101 വർഷം പിന്നിടുന്ന ഒരു രാഷ്ട്രീയ ഗൃഹയുടെ നിശ്ചലമായ ആ മൃതദേഹം ആ രാജവീതിയിലൂടെ കടന്നു പോകുമ്പോൾ നാടിയ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ആവാഹിച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ആഹ്വാനം ചെയ്യാത്ത രീതിയിൽ ജനസമുദ്രം അവിടെ കടന്നു. നമ്മൾക്കറിയാം VS എന്ന് പറയുന്ന ആ മഹാമേരു നടന്നു പോയിട്ടുള്ള വഴികൾ, ആ മഹാമേരു തകർത്തെറിഞ്ഞിട്ടുള്ള വലിയ അഴിമതിയുടെ കൂടാരങ്ങൾ, VS ചരിത്രത്തിൽ നിലനിൽക്കുന്ന ആ VS ഒരു ഓർമ്മയായിട്ട് ചരിത്രത്തിൽ തന്റേതായിട്ടുള്ള ആദർശങ്ങൾ, കഴിഞ്ഞ ഭൂതകാലത്തിന്റെ ആദർശങ്ങൾ ഈ വർത്തമാനകാലത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയും അതിലൂടെ തന്നെ രാഷ്ട്രീയം എന്നുള്ളത് അത് ഒരു ഇച്ഛാശക്തിയാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള മഹാമേരിക്കളുടെ വലിയൊരു ഘോഷയാത്രയാണ് VSലൂടെയും കടന്നു പോകുന്നത്. VSന്റെ അനശ്വരമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ യോഗം അത് ശിരസ് നമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവർ, മരണപ്പെടുന്നവർ, ഗാസ മുനമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് ഗാസയുടെ തെരുവുകളിൽ മരിച്ചു വീഴുന്ന പിഞ്ചുകുഞ്ഞുകൾ, സയനിസത്തിന്റെയും അതിക്രൂരമായ ഏകാധിപത്യത്തിന്റെയും കർക്കട മുട്ടിക്ക് മുന്നിൽ തകർന്നു വീഴുന്നവർ, യുദ്ധത്തിന്റെ പേരിൽ തകർന്നു വീഴുന്നവർ. യുദ്ധത്തെക്കുറിച്ച് മുൻപ് ഇന്ദിരാഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്: ഓരോ വെടിയുണ്ടയും ലക്ഷ്യത്തിലെത്തുന്നു,
ഏതോ ഒരു അമ്മയുടെ ഹൃദയത്തിലും. അതുപോലെ അമ്മമാരുടെ ഹൃദയങ്ങൾ നമ്മുടെ മനസ്സുകളെ മുറിപ്പെടുത്തിക്കൊണ്ട് ഇന്നും മനുഷ്യൻ ഒരു യുദ്ധക്കൊതിയോടെ നിൽക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്. യുദ്ധത്തിന്റെ പേരിൽ, മനുഷ്യന്റെ അതിക്രമങ്ങളുടെ പേരിൽ ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഉക്രൈനിൽ മരിച്ചു വീഴുന്നവർ, ഇങ്ങനെ ഓരോ തെരുവുകളിലും മരിച്ചു വീഴുന്നവരുടെ ജീവിതത്തിന്റെ, അവരുടെ വേദനയ്ക്ക് മുന്നിൽ നമ്മൾ നമസ്കരായി നിന്നുകൊണ്ട് ഇങ്ങനെ മരണത്തെ പുൽകിയവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ യോഗം അതിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗ്രാമിന്റെ പള്ളിയിലായ ശ്രീ കെ സാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം, സെബി നായർ, സംഗീത സംവിധായകൻ സെബി നായർ, നമ്മുടെ നാട്ടുകാരൻ നടനുമായ ശ്രീ മജീദ് ഖാൻ, മറ്റ് വേദിയിലുള്ള സദസ്സ്, നമ്മുടെ ഗഫൂർ ഡോക്ടർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കരോക്കെ ഗാനങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വരെ, 1980 വരെ അദ്ദേഹം കരോക്കെ ഗാനം ആലപിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടറില്ല, ഒരു ടെക്നോളജി ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ടേപ്പ് റെക്കോർഡറിൽ, കാസറ്റിൽ അതിൽ നിന്ന് വോയിസ് കട്ട് ചെയ്ത്, അതൊരു പുതിയ ടെക്നോളജിയിലൂടെ കട്ട് ചെയ്ത് അതിൽ ആ റെക്കോർഡ് പ്രവർത്തിക്കുന്നതോടൊപ്പം നമുക്ക് ശബ്ദവും പുള്ളി പാടി അത് അന്ന് ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കരോക്കെ ഇത്രയും ജനകീയവും എല്ലാവരും വളരെ ആസ്വദിക്കുന്നതുമായ ഒരു കാര്യമായ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ ഇടവനക്കാട് എല്ലാവരും പരിശുദ്ധി ചേർന്ന് എല്ലാവരും ഒരു ആദരവ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പത്രത്തിൽ കളിക്കുകയാണ്. മറ്റ് വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തികളെ, അതുപോലെ തന്നെ ഈ സദസ്സിൻ്റെ മുന്നിലും മഹത് വ്യക്തികൾ സന്നിഹിതരായിട്ടുണ്ട്. വൈപ്പിൻ ആർട്സിൻ്റെ വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറി അനിൽ പ്ലാവിൻസ്, ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് റഷീദ്, അഡ്വക്കേറ്റ് അല്ലാത്ത റഷീദ്, അങ്ങനെ ഇലിയാസ്, ഒരുപാട് വ്യക്തികൾ ഈ കേരള ഇടവനക്കാടിൻ്റെ അറിയപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവർ പ്രവർത്തിക്കുകയും അവരുടെ ശബ്ദങ്ങൾ ഇവിടെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും നമസ്കാരം. സംഘർഷഭരിതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംഘർഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് ഭരണകൂടവും മതവും കൂടിയാണ്. നാളെ നമുക്ക് ഇന്നത് വേണം, ഇന്ന നിയമമാണ് മാറുന്നത്, നമ്മൾ എവിടെ നിൽക്കണം എന്ന് ഭരണകൂടം നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഭാവി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചാൽ പോരാ, നമ്മളുടെ ഭാവി ഇങ്ങനെയായിരിക്കുമെന്ന് മതങ്ങൾ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോഴും നമ്മൾ ഭയവിഹ്വലരായിട്ട് ഇങ്ങനെ പേടിച്ച് ജീവിക്കുകയാണ്. സങ്കടങ്ങൾ പെട്ടെന്ന് വരും. സങ്കടങ്ങൾ വരാനായിട്ട് നമ്മൾ ഒന്നും ശ്രമിക്കേണ്ടത്, അതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ എൻ്റെ സഹപ്രവർത്തകനായ നവാസ് മിനിഞ്ഞാന്ന് രാത്രി മരിക്കുമ്പോൾ അത് പെട്ടെന്നാണ് സങ്കടമാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ ഗുരുതുല്യനായ സാനുമാസ്റ്റർ മരിക്കുന്നു. സാനുമാസ്റ്ററിന്റെ വാർദ്ധക്യത്തിലാണ് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ പേരി നടക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചില സന്തോഷങ്ങൾ സൃഷ്ടിക്കും. ഇതുപോലെ മനഃപൂർവ്വമായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടണം, എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് യോജിക്കണം, അങ്ങനെ ഓരോ വേദികൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയ വേദിയാണ് ഈ ഗഫൂറിന്റെ ഈ പൗരാദരവ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്കൂളിന്റെ അങ്കണത്തിൽ എൻ്റെ കൊച്ചു ബാല്യപ്രായത്തിൽ ഞാൻ ആദ്യമായി കണ്ട ഒരു ആദരവ് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ബാരക്ലോ PhD ലണ്ടൻ എന്ന പദവി നേടിക്കൊടുത്തുകൊണ്ട് ഈ ഇടവനക്കാടിന്റെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ ആദരിച്ചൊരു ചടങ്ങെന്നെ മനസ്സിൽ പിന്നീട് എന്നും ഓർമ്മയുണ്ടാവും. പിന്നീട് പല ചതയദിനങ്ങളിലും ഇവിടെ എല്ലാ മതസ്ഥരെയും കൂടെ ഒത്തുകൂടുന്ന സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എപ്പോഴും SP സഭാ സ്കൂളിൻ്റെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇന്നിപ്പോൾ മത ജാതി വ്യത്യാസമില്ലാതെ ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ നമസ്കാരം പോലും നടക്കുന്നത് ഈ സഭാ സ്കൂളിലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ധന്യമായ ഈ അങ്കണത്തിൽ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അനുമോദിക്കുന്നു. വിദ്യാധരൻ മാഷ് വളരെ അർത്ഥവത്തായ പല കാര്യങ്ങളും സംഗീത ലോകത്തും സിനിമാ ലോകത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വളരെ സന്തോഷം കേൾക്കാൻ കഴിഞ്ഞതിൽ ഇങ്ങനൊരു അവസരമുണ്ടായിരുന്നു. CP പള്ളിപ്പുറം നമ്മുടെ ഇടവനക്കാടിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു. നമ്മൾക്കറിയാവുന്നതാണെങ്കിലും മറ്റ് വില്ലേജിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ വൈപ്പിക്കലിലാണെങ്കിൽ തന്നെ മറ്റുള്ള ആളുകൾ അത് പറയുമ്പോൾ നമ്മൾക്കൊരു കോരിത്തെരിപ്പുണ്ടാവും. ബാലകൃഷ്ണൻ സാർ, ജോസ് കുട്ടുവിൽ, സെവി നായരമ്പലം, അതുപോലെ തന്നെ ആദരം ഏറ്റുവാങ്ങുന്ന നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ ഗഫൂർ അവറുകൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ളത് അർഹതയുടെ അംഗീകാരമാണ്. ഇപ്പോ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്നെ വളരെയധികം ആകർഷിച്ച ഒന്നാണ് നമ്മുടെ വിദ്യാധരൻ സാർ ഇവിടെ പറഞ്ഞ കാര്യം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും എല്ലാം ഒരു ഹൃദയം നിന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സംഗീതം അഭ്യസിക്കുന്നവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് സംഗീതമാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് സ്നേഹവും വരുന്നത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഞാനൊരു കാര്യം, ബൈബിളിലെ ഒരു കാര്യം ആലോചിക്കുകയാണ്. ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കില്ല, ഞാൻ ഇപ്പൊ തന്നെ നിർത്തിക്കോളാം, സമയം വൈകി എന്നുള്ള ബോധ്യമുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഒരു അശരീരി സ്വർഗത്തിൽ നിന്നുണ്ടായതായി ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. എന്താണ്? ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തീർച്ചയായിട്ടും മനസ്സിൽ സംഘർഷമുള്ളവർക്ക് ഒരു സമാധാനവും ലോകത്തിലുണ്ടാകില്ല, ഭൂമിയിലുണ്ടാകില്ല. അവന്റെ മനസ്സ് നല്ലതാണോ? അവനൊന്ന് തൊട്ടൊരു സഹോദരനെ നോക്കി ചിരിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ? അവന് സമാധാനം ഉണ്ടാകും. തൊട്ടടുത്ത് 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയാൽ എനിക്ക് 25 ലക്ഷം രൂപയുടെ കാറ് വാങ്ങണം എന്നുള്ളൊരു മോഹവുമായിട്ടാണ് ഭൂരിപക്ഷം ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും, മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? കരുണയുള്ളവന് മാത്രമേ കരുണ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാകും. അപ്പൊ ജീവിതത്തിൽ മറ്റുള്ള സഹോദരൻ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനും മറ്റുള്ളവരോടൊന്ന് സ്നേഹപൂർവ്വം തോന്നാം. അതിനുള്ള നാന്ദിയാകട്ടെ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർക്ക് ലഭിച്ച ഈ പൗരാദരവ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഇനിയും ഒട്ടേറെ ഞാൻ വിദ്യാധരൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 508 അശ്വിൻ PS. ഷിയ മോൾ പാടിയത് സംഗീതമേ അമര സല്ലാപമേ എന്ന ഗാനമാണ്. ഓക്കെ, ഷിയ മോളുടെ സമ്മാനം നമ്മുടെ രാജേഷ് ചേട്ടൻ വാങ്ങുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻ ഷിയ മോൾ. ഓക്കെ, ഷിയ മോളുടെ സമ്മാനം നമ്മുടെ രാജേഷ് ചേട്ടൻ വാങ്ങുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻ ഷിയ മോൾ. ജോബ് പാടിയത് തുളസി മാലയിത എന്ന ഗാനം. ജോബ് പാടിയത് തുളസി മാലയിത എന്ന ഗാനം. നന്ദി സർ. ബഹുമാന്യ വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഏവരുടെയും കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സംജാതമാകാൻ സർവേശ്വരനോട് സഹായം തേടുന്നു. അതുവരെ നമുക്കിവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ആരംഭിക്കുകയാണ്. എനിക്കിങ്ങനെ ഇവിടെ ഒരു ആദരവ് നൽകാൻ മുൻകൈയെടുത്ത മുല്ലക്കര സെക്രട്ടറിയോടും അതിന്റെ സംഘാടകരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്.
അതോടൊപ്പം ഈ ചടങ്ങിനെ സമ്പന്നമാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഗുരുനാഥന്മാരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. പ്രോത്സാഹനവും അതുപോലെ തന്നെ ബഹുമാനവും പരസ്പര പൂരകങ്ങളാണ്. അവ രണ്ടും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. കൊടുത്താൽ കിട്ടും, ബഹുമാനം കൊടുത്താൽ ബഹുമാനം കിട്ടും, പ്രോത്സാഹനം കൊടുത്താൽ പ്രോത്സാഹനം കിട്ടും. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം. അവരെ വാർദ്ധക്യത്തിൽ നമ്മൾ അവരെ സംരക്ഷിക്കണം. പക്ഷേ അതിന് പകരം അവരെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നേരത്തെ ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം കൂടിയാണ്. അവർ വൃദ്ധന്മാരാകുമ്പോൾ അവരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത്. അപ്പോ അത്തരം രീതിയല്ല നമ്മൾ ബഹുമാനത്തിലൂടെ വേണ്ടത്. അവരോട് നമ്മൾ അവരുടെ വാർദ്ധക്യത്തിൽ അവിടെ നമ്മൾ സംരക്ഷിക്കുകയും അവരെ നമ്മൾ ബഹുമാനിക്കുകയും ഒക്കെ വേണം. അതുപോലെ നമ്മുടെ അധ്യാപകർ, ഗുരുനാഥന്മാർ, അവരെ വന്ദിക്കേണ്ടതാണ് നമ്മൾ. അതിന് പലപ്പോഴും നമ്മൾ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് അവരെ. അതിന്റെ ഫലം പെട്ടെന്നൊന്നും അറിയില്ല. പക്ഷേ ആ വ്യക്തിയുടെ അവസാന കാലഘട്ടത്തിൽ വളരെ മോശമായ ഒരു അന്ത്യമായിരിക്കും ഗുരുനാഥന്മാരെ നിന്ദിച്ചവർക്ക് ലഭിക്കുക. നമ്മൾ സംഗീത സംബന്ധിയായ ഒരു സദസ്സിലാണ് ഇരിക്കുന്നത്. സംഗീതത്തിന്റെ പര്യായമാണ് സ്നേഹം. സ്നേഹം സന്തോഷത്തിലേക്കും സന്തോഷം സമാധാനത്തിലേക്കും നയിക്കും. അപ്പോ സ്നേഹം, സന്തോഷം, സമാധാനം, സംഗീതം, ഇത് നാലും സായിലാണ് ആരംഭിക്കുന്നത്. സപ്തസ്വരങ്ങൾ ആരംഭിക്കുന്നത് സായിലാണ്. ഈ സംഗീതത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് ഈ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ആരോഗ്യം ലഭിക്കാൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം, എക്സർസൈസ് വേണം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ശരിയായ ഭക്ഷണം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കഴിക്കണം. ഹറി, വറി, കറി, ഇത് മൂന്നും അവോയ്ഡ് ചെയ്യണം. എക്സർസൈസ് ചെയ്യണം എന്നൊക്കെ പറയാം. ശരിക്ക് ഇന്നത്തെ കാലത്ത് ഞങ്ങൾ അതല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകണമെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ബ്രെയിനിൽ നിന്ന് രക്തത്തിലേക്ക് ഒരുപാട് ഒഴുകണം. അങ്ങനെ ഒഴുകിയ വ്യക്തികളാണ് വിദ്യാധരൻ മാസ്റ്ററും CP സാറും ഒക്കെ. വിദ്യാധരൻ മാസ്റ്ററേക്കാൾ 2 വയസ്സ് കൂടുതലാണ് CP സാറിന്. വിദ്യാധരൻ മാസ്റ്ററിനോട് കയറി വന്നപ്പോ ആരും കൈയൊന്നും പിടിച്ചില്ല. അത് ഹാപ്പി ഹോർമോൺസിന്റെ ഗുണമാണ്. ഭക്ഷണത്തിന്റെ ഗുണമോ എക്സസൈസിന്റെ ഗുണമോ അത് രണ്ടും ആവശ്യം തന്നെയാണ്. പക്ഷെ സംഗീതം രചിക്കുന്നയാളായാലും അത് സംവിധാനിക്കുന്ന വ്യക്തിയായാലും അത് പാടുന്ന വ്യക്തിയായാലും എല്ലാവർക്കും, അതുപോലെ തന്നെ സാഹിത്യം, ഏതൊരു കലയും, ഇനി അതൊക്കെ സ്പോർട്സ് രംഗത്താണ്, അവർക്ക് ആ വിഷയത്തിനോട് അപാരമായ സ്നേഹമുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഈ ഹാപ്പി ഹോർമോൺസ് ബ്ലഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഹാപ്പി ഹോർമോൺസ് വരാനുള്ള മറ്റൊരു കാരണം രീതി, ദൈവത്തോടും സമൂഹത്തോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ താങ്ക് യു എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി പറയണം ദൈവത്തിന്. പിന്നീട് നടക്കാൻ പറ്റിയപ്പോൾ നടക്കാൻ പറ്റി എന്നതിന് നന്ദി പറയണം. കാരണം നമ്മൾ രാവിലെ ഉണർന്നു, പക്ഷെ ചിലപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റണമെന്നില്ല, ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് നടക്കാൻ കഴിഞ്ഞു, കൈ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഇൻടാക്ട് ആയിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയണം. ഓരോ പ്രവർത്തിക്കും നന്ദി പറയണം. അതാണ് ഞാൻ ഇന്ന് നിങ്ങളിവിടെ കൂടിയതിൽ നന്ദി ഞാൻ പറഞ്ഞതുകൊണ്ടാണ്.
മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ ഓട്ടോറിക്ഷ കയറി ഇറങ്ങി അദ്ദേഹത്തിന് ആ പൈസ കൊടുത്തു. അപ്പോ നമ്മൾ വിചാരിക്കും ആ ഓട്ടോറിക്ഷക്കാരൻ നമ്മളോട് നന്ദി പറയണമെന്ന്. ഓട്ടോറിക്ഷക്കാരനല്ല നന്ദി പറയണം, നമ്മൾ നന്ദി പറയണം. അദ്ദേഹത്തിന് പൈസയും കൊടുക്കണം, താങ്ക് യു എന്ന് പറയണം. കാരണം അദ്ദേഹം നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ വേണ്ട സ്ഥലത്ത് നമ്മളെ കൊണ്ട് നാക്കി. ഇങ്ങനെ ഈച്ച് ആൻഡ് എവരി വൺ. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ വിദ്യാധര മാസ്റ്റർ ശുദ്ധ സംഗീതത്തിന്റെ വക്താവാണ്. സംഗീതത്തിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം അനുവദിക്കില്ല, വെള്ളം ചേർക്കുന്നവരെ അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്രീയ സംഗീതം, ഈ സംഗീതത്തോട് ഭ്രമമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചു. അദ്ദേഹത്തിന് പിന്നണി ഗായകനാകണമെന്ന ആഗ്രഹമാണ് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അദ്ദേഹം അതുകൊണ്ട് നേരെ മദ്രാശിക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് ദേവരാജ മാഷെ കണ്ടു. ദേവരാജ മാഷ് അദ്ദേഹത്തിന് ഒരു പാട്ട് കൊടുത്തു. ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല, അയ്യാ ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല. അദ്ദേഹവും മെഹബൂബും ചേർന്ന് പാടിയ ഗാനമാണ് അദ്ദേഹത്തിന് ഓർമ്മയുള്ളത്. അത് അപ്പോ ദേവരാജ മാഷ് പറഞ്ഞു, പാട്ട് പാടണ്ട, കാരണം പാട്ട് പഠിക്കണം, അതുകൊണ്ട് നാട്ടിലോട്ട് പോയിട്ട് പാട്ട് പഠിക്കാൻ പറഞ്ഞു. അദ്ദേഹം ആർ വൈദ്യനാഥ ഭാഗവതർക്ക് അദ്ദേഹത്തിന്റെ അക്ഷാച്ചനായിരുന്നു ആദ്യത്തെ ഗുരു. അതിനുശേഷം ഈ പറഞ്ഞ ആർ വൈദ്യനാഥ ഭാഗവത അടക്കമുള്ള വലിയ വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ അദ്ദേഹം അഭ്യസിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ഈ നിലയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം അത് ആ പാട്ടുകൾ ഓടയിൽ നിന്നു എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാട്ട് അദ്ദേഹം 20ാമത്തെ വയസ്സിൽ പാടിയത്. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ആ വിട്ടിട്ട് നേരെ സംഗീത സംവിധാന രംഗത്തേക്ക് ഇറങ്ങുന്നത് നാടകത്തിലാണ്. അത് നേരത്തെ ഇവിടെ പറയാം. അത് നാടകത്തിനാണ് സംവിധാനം. പിന്നെ അതിനുശേഷമാണ് 39ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ 39ാമത്തെ വയസ്സിൽ എന്റെ ഗ്രാമത്തിലെ കൽപ്പാന്ത കാലം പാടുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്ന ഗാനങ്ങളാണ് അദ്ദേഹം ജനമനസ്സുകളിലേക്ക് നിറച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് ഒരു ചന്ദനത്തിന്റെ മണമാണ്, മഴവിലിന്റെ നിറവുമാണ്. മഴവിലിന്റെ നിറം എന്ന് പറയുമ്പോ അത് രണ്ടുപേരും പാടാതെ പോകുന്ന ശരിയല്ല. അദ്ദേഹത്തോടെ നമ്മള് ഓർക്കണമെന്ന് പറഞ്ഞിട്ട് പാടുക. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഞാൻ ചാർത്തിയ വനമാല
ക്രിസ്ത്യാനിയുടെ കൂടെയും മാതൃയുടെ കൂടെയും യേശുവിൻ്റെ കൂടെ എല്ലാം ഡുവറ്റൊക്കെ പാടി ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് അന്ന് മൊബൈലില്ല, കമ്പ്യൂട്ടറില്ല, സ്റ്റാർ മേക്കറില്ല, സ്കൂളില്ല, ഒന്നുമില്ല. ആ സന്ദർഭത്തിലാണ് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ട് കേൾപ്പിക്കും. അന്ന് എൻ്റെ മകള് റുബയ ജനിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 8-9 അവൾക്ക് വയസ്സായപ്പോഴേക്കും അവളുടെ നേതൃത്വത്തിൽ ഗാനമേള ആരംഭിച്ചു. ഒരു 10 വയസ്സായപ്പോഴേക്കും. അന്നും കരോക്കെ കാസറ്റ്സ് ഇല്ല, സീഡിയിലോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാനമേള, അദ്ദേഹത്തിന്റെ അവളുടെ ഗുരുനാഥനും ഇവിടെ ഉണ്ട്, ഷൺമുഖ സാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങള് അദ്ദേഹവും ഒക്കെ അന്ന് ഞങ്ങൾ ഗാനമേളയിൽ അദ്ദേഹവും കൂടെ വരും. പിന്നെ വേറെ കുറച്ച് പേരെല്ലാം കൂട്ടി വലിയൊരു ഗാനമേള സെറ്റായി. അന്ന് അതോടൊപ്പം തന്നെ മകൾക്ക് കുറെ ആൽബം സോങ്സിൽ പാടാൻ സൗകര്യം കിട്ടി. അങ്ങനെ ഇരിക്കുകയാണ് ക്രിയേറ്റീവ് മ്യൂസിക് എന്ന് പറയുന്ന ഹസൻ എറണാകുളത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ, ലോകത്തിൽ ആദ്യമായിട്ട് കുറച്ച് യേശുദാസിന്റെ കുറച്ച് ട്രാക്ക് ഇറക്കാനായിട്ട്. അത് ധൈര്യപൂർവ്വം എങ്ങനെ വരുമെന്നൊന്നും അവർക്കറിയില്ല. അന്ന് അവര് മാർക്കോസിന്റെ എല്ലാം പാട്ടുകൾ റീമേക്ക് ചെയ്ത് പാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സരിക അബു അന്നുണ്ട്. അതുപോലെ തന്നെ മനോരമ മ്യൂസിക് പിന്നീടൊക്കെ സാഗരിക, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അതിനുശേഷം വന്നാണ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് യേശുദാസിന്റെ ഒരു 15 പാട്ടുകളുടെ ട്രാക്ക് ഇറക്കുന്നത്. അത് നന്നായിട്ട് അത് വിറ്റുപോയി. പിന്നെ അത് വീണ്ടും അടുത്തിറക്കി. പിന്നെ മനോരമ മ്യൂസിക് ഒക്കെ തുടങ്ങി, ജോണി സാഗരിക തുടങ്ങി. അവരെല്ലാവരും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മള് പെരുമ്പാവൂരുള്ള മേളം അത് CD ആക്കി. ഇങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക്. അപ്പൊ ഇങ്ങനെ പോയപ്പോഴേ അപ്പോഴാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ കാസറ്റ്സ് ഇറങ്ങിയപ്പോഴാണ് ജനങ്ങൾ കരോക്കെ കാസറ്റ് കരോക്കെ ഗാനമേള ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അതുവരെ ജനങ്ങൾക്ക് അറിയില്ല എന്താണ്. അതുപോലെ തന്നെ ഞങ്ങളൊരു സ്ഥലത്ത് ഗാനമേള ചെയ്യുമ്പോഴ് വെറുതെ കൂടെ പാടുകയാണ്, ശരിക്കുള്ള അത് ചിത്രം പാടുന്നതാണ്. ജനങ്ങൾക്ക് അറിയില്ല, കരോക്കെ എന്ന് പറഞ്ഞാൽ പറയാൻ പോലും ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഗാനമേള നടന്നിരിക്കുമ്പോ അവര് കൂകുന്നുണ്ട്. കാരണം ഇത് ഞങ്ങൾ വെറുതെ കാസറ്റ് വെച്ചൊക്കെയാണ് അവർ പറയുന്നത്, പാടുന്നതല്ല. ചിത്രയുടെ പാട്ട് നിങ്ങൾ പാടുന്നത് അല്ലെ പിശിച്ചിന്റെ. പിന്നെ ഞങ്ങളത് ഓഫ് ചെയ്ത് അത് കേൾപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് സംഭവം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അപ്പോ ഇതാണ് കരോക്കെ. അതുപോലെ ഞാനന്ന് റെക്കോർഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കലും ഞാനന്ന് തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് റേഡിയോ നിലയത്തിൽ, തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ ഒന്ന് കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് തോന്നി. അന്നേരം അവരത് സാധാരണഗതിയിൽ കാസറ്റ് ഒരിക്കലും അവർ പ്ലേ ചെയ്യില്ല. പക്ഷെ അവർ ഇത് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഇതിന് എഡിറ്റിംഗ്, എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്? യേശുദാസിന്റെ സൗണ്ട് മാറ്റിയിട്ട് അവിടെ എന്റെ സൗണ്ട് കേട്ട് ഞാൻ പാടുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് അവർക്ക് അത് അത്ഭുതമായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാസറ്റ് പ്രക്ഷേപണം ചെയ്യാൻ അവര് സമ്മതിച്ചു. ഒരു ഒരു പുതിയ വഴിക്കാരെ സൃഷ്ടിക്കുകയാണ്. മിക്ക ഗാനങ്ങൾ അതേ മ്യൂസിക് ഉപയോഗിച്ചത് ഇവർക്ക് അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുകയാണ്. ഇതാണെന്ന് അവര് പ്രക്ഷേപണം ചെയ്തപ്പോ പറഞ്ഞ വാക്കുകൾ. അതായത് ഡിസ്കിൽ ഇറങ്ങുന്ന ഗാനങ്ങൾ അതേ മ്യൂസിക് ഉപയോഗിച്ച് തന്നെ ഏറെക്കുറെ അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പൊ അതിനുശേഷമാണ് ഒക്കെ ജനങ്ങൾ അന്നും കാസറ്റ്സ് ഇറങ്ങിയിട്ടില്ല. പിന്നീട് അതാണ് ഞാനൊരു നാൾവഴി എന്ന് പറയുകയായിരുന്നു. വേറെ കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞിട്ട് ഗാനമേളമുണ്ട്. അപ്പൊ അതൊക്കെ സാറിനാണെങ്കിൽ പോകാൻ കരുതിയായിട്ടിരിക്കുന്നത്. എത്രയും വേഗം ഈ സംസാരം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി സാർ. അപ്പൊ സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. മാഷ് പറയുന്നത് വേഗം ഒറ്റയടിക്ക് എല്ലാവർക്കും നന്ദി പറയാനാണ് പറയുന്നത്. എങ്കിലും
നമ്മുടെ ഡോക്ടർ ഗഫൂർ എൻ്റെ പൗരാദനോടനുബന്ധിച്ച് ഇവിടെ അധ്യക്ഷ പദം അലങ്കരിച്ച പൗരശക്തിയുടെ ചെയർമാൻ ശ്രീ മുല്ലക്കര സക്രിയക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മലയാളത്തിന്റെ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷിന്റെ ചില സിനിമാ ഗാനങ്ങൾ മാത്രമേ ഇവിടെ ഒരു പാടിയുള്ളൂ. വിദ്യാധരൻ മാഷിന്റെ മികച്ച ലളിതഗാനങ്ങളും ഗ്രാമീണ ഗാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. മുല്ലനേരി എഴുതിയ വിദ്യാധരൻ മാസ്റ്റർ ഈണമകർന്ന ഒരു ഗാനകാരയുടെ രണ്ടുപേര് പാടുകയാണ്. പേരു വിളിക്കുമ്പോൾ പാരാതെയോടിയണയും പെണ്ണ് ഭാരതമേയും ഉറക്കെ വീഴ്ചാലും ഭൂമിയെ പച്ച ചൂടിക്കും പെണ്ണ് ഒന്നല്ല രണ്ടല്ല 100 പേരിട്ടു ഞാൻ കുന്തലനാടിന്റെ കുഞ്ഞുമോൾക്ക്. നമ്മുടെ നാട്ടുകാരനായ സിപ്പി മാഷിനും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സന്നിഹിതരായില്ലെങ്കിലും അസീന അബ്ദുൽ സലാമിനും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വൈപ്പിങ്കരയുടെ അഭിമാനമായ സംഗീത സംവിധായകൻ സെബി നായരമ്പലം, ഡോക്ടർ ജോസ് ഗുഡ്വിൽ, മജീദ് അലനക്കാട്, വാർഡ് മെമ്പർ KJ ആൽബി, രമേശ് കുമാർ ഞാറക്കൽ, എല്ലാവർക്കും ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മൾക്ക് സ്കൂൾ അനുവദിച്ചു തന്ന സഭ സ്കൂൾ മാനേജ്മെന്റിനും നമ്മുടെ ശബ്ദം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം നമ്മളോട് സഹകരിച്ച അയൽവാസികളായ സുധീർ മതിയാറടക്കമുള്ള മറ്റ് അയൽവാസികൾ പ്രത്യേകം അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ശബ്ദം അനുവദിച്ച് തന്നിരിക്കുന്ന സ്പോക്കർ സൗണ്ട് ഷാജിക്കും ജബ്ബാറിനും അവരുടെ മറ്റ് സഹപ്രവർത്തകർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, കൂടാതെ ഇവിടെ ഈ ഗാന മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ പരിപാടിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും മറ്റു വാക്കുകൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.